Welcome to your online class. We have been learning the unit Live and Let Live. And now we are going to discuss our new chapter, Dangers of Drug Abuse. What are drugs and what are its variations and what are the dangers of its overusing or misusing? During the misuse of drugs, there are several accidents that we are not aware of. So let's discuss about the dangers of drug abuse. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മരുന്നിൻ്റെ അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ അമിതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അത് നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ദുരുപയോഗം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദ ടെക്സ്റ്റ്. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illness. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. At the first sign of nervousness, they try pep pills. Medical journals now advertise tranquilizers, amphetamines and other mood-altering drugs. Doctors prescribe them and public expects miracles from them. In such an atmosphere, it is not surprising that drug abuse has spread. നമ്മുടെ മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായ അസുഖങ്ങൾ മാറാനും മനസ്സിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക്, പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മരുന്നുകളുടെ ശക്തി മനുഷ്യരെ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് ഏത് അസുഖവും, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഒരു മരുന്ന് കുടിക്കുന്നതിലൂടെ, ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ അതിനെ എല്ലാം മാറ്റാൻ പറ്റും. അതായത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്ത് തന്നെ അസുഖമാണ് എന്നുണ്ടെങ്കിലും ഒരു ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം മനുഷ്യർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ചെറിയ പേടി തോന്നിയാൽ അപ്പോൾ തന്നെ അവർ എന്തെങ്കിലും പെപ്പിൽസ് എടുത്ത് കഴിക്കുന്നു, ഒരു ഉന്മേഷം കിട്ടാൻ. അതായത് ചെറിയൊരു ഭയം, മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമോ ഒരു നിരാശ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് തന്നെ അവർ പെപ്പിൽസ് യൂസ് ചെയ്യും. അതായത് നമുക്ക് മാനസികമായിട്ടുള്ള ശക്തി പകരാൻ ഉപയോഗിക്കുന്ന ഒരു തരം മരുന്നാണ് പെപ്പിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പെപ്പിൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു വിഷമങ്ങൾ വരുമ്പോഴുന്ന സമയം ആവുമ്പോഴേക്ക് അത്തരം മെഡിസിൻസ് യൂസ് ചെയ്യാൻ മനുഷ്യർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ ജേർണലുകളും അതേപോലെ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്ന പല മാഗസിൻസിലും ഈ ട്രാങ്ക്വിലൈസേഴ്സ്, ഇതുപോലെയുള്ള മരുന്നുകളും, അതായത് എന്തെങ്കിലും സങ്കടം തോന്നുന്ന സമയത്തേക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ പരസ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും, നിങ്ങളുടെ മൂഡ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, സാഡ് മൂഡാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ ചേഞ്ച് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മളെ ശാന്തരാക്കുവാനുള്ള ട്രാങ്ക്വിലൈസേഴ്സ്, സന്തോഷം തോന്നിപ്പിക്കാനുള്ള ആംഫിറ്റാമീൻസ്, പല മരുന്നുകളും ഉൾപ്പെടുന്നു. അതായത് ഡേഞ്ചർ ആയിട്ടുള്ള, അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള മരുന്നുകളും ഇതിൽ പെടുന്നുണ്ട്, ആളുകൾ പരസ്യം ചെയ്യുന്നതിൽ പെടുന്നുണ്ട്. അവ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയിൽ ഒരു മാറ്റമൊക്കെ വരും. അതായത് നല്ല വിഷമത്തിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും, അയാളുടെ മൂഡിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വരുന്നുണ്ടാവും. എങ്കിലും ഇത് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, അപകടമാണ് എന്നുള്ള കാര്യം പലരും മറക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഈ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥത ഉള്ള ആളുകൾക്ക് ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഓവറായിട്ട് ഇത്തരം മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. When people become dependent on drugs to solve their problems, they lose the capacity to deal with the life's situations through perseverance, self-discipline and mental effort. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ഓവറായിട്ട് മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, ഓവറായിട്ട് മരുന്നിനെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ കുറച്ച് കഴിവുണ്ട്. അതല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് മാത്രമായിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട്. അതായത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ
അത് സ്വന്തം ശരീരം തന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് ക്ഷമിച്ചുകൊണ്ടും അതല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ആ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ ഓഫൻ കൺസിഡേർഡ് നാറ്റീവ് ടു എക്സ്പെൻഡ് എനർജി ഓൺ സോൾവിങ് എ പ്രോബ്ലം when there is an easy way out. It is a simple step from look what drugs do for men when I feel depressed to imagine what drug can do for me when I feel good already. ഇത്തരത്തിലുള്ള ഒരു മരുന്ന് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് അസുഖത്തിനും ഒരു മരുന്ന്, ഒരു ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 4-5 ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു അസുഖം മാറാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ അസുഖം മാറും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വേദന സഹിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം ഉള്ള സമയത്ത് ജനങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നത് അസുഖം ഇല്ലാത്ത സമയത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ആരോഗ്യം കൊണ്ടുവരും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആരോഗ്യം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യമുള്ള ഒരാളായിട്ട് മാറിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. A distinction must be made, however, between medicines and essential drugs. We must not disdain the real and important advances science has made. അപ്പോൾ ഇതിനൊക്കെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡിസ്റ്റിങ്ഷനാണ്, അതല്ലെങ്കിൽ വേർതിരിവാണ്. എന്താണ് യഥാർത്ഥ മരുന്നുകളും അതുപോലെ തന്നെ സെൻഷ്വൽ ഡ്രഗ്സ്, അതായത് നമുക്ക് സന്തോഷം തരുന്ന അതല്ലെങ്കിൽ ഒരു തരത്തിൽ ആശ്വാസം, ഒരു സുഖമൊക്കെ പകർന്നു തരുന്ന മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. വി മസ്റ്റ് നോട്ട് ഡിസ്ഡെയിൻ ദ റിയൽ ഇമ്പോർട്ടൻ്റ് അഡ്വാൻസസ് സയൻസ് ഹാസ് മെയ്ഡ്. അതേസമയം ഈ മരുന്നുകളുടെ ദുരുപയോഗം പറയുന്ന സമയത്ത് തന്നെ ഈ സയൻസുകൾ അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ മനുഷ്യർക്ക് നൽകുന്ന നല്ല ഗുണങ്ങളെ നമ്മൾ ഒരിക്കലും ഡിസ്ഡെയിൻ ചെയ്യാൻ പാടില്ല. ഡിസ്ഡെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാണാൻ പാടില്ല. അവരുടെ വില ഒരിക്കലും നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. The history of the medical use of drugs goes back 23 centuries to Hippocrates, the great physician who is regarded as the father of medicine. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. ഈ മരുന്നുകളുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് 2-3 സെഞ്ചുറീസ് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിസിഷ്യനാണ് ഇതിൻ്റെയൊക്കെ ഒരു ഫാദർ ഓഫ് മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആദ്യം റെമഡി, മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന പ്രതിവിധി അല്ലെങ്കിൽ അസുഖങ്ങൾ ഒരു പ്രതിവിധി കണ്ടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുന്ന സമയത്തും ആദ്യം പറഞ്ഞിരുന്നത് ഈ സിംറ്റംസ്, അസുഖങ്ങളുടെ ലക്ഷണങ്ങൾക്ക് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അത് മാത്രം നോക്കിക്കൊണ്ടല്ല ഒരാൾക്ക് മരുന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു ആളുടെ അസുഖം വന്നിട്ടുള്ള ആളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അയാളുടെ പ്രകൃതി കൂടി നോക്കിയിട്ട്, അതല്ലെങ്കിൽ അയാളുടെ കഴിവ്, അയാളുടെ ആരോഗ്യസ്ഥിതി, മൊത്തത്തിൽ അയാളുടെ ബോഡി എങ്ങനെയാണ്, വീക്കാണോ, മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏൽക്കാൻ സാധ്യതയുള്ളതാണോ, അതല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവുന്ന തരത്തിലാണോ എന്നൊക്കെ രീതിയിൽ ആ ആളെ കൂടി പരിഗണിച്ച് വേണം നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാമെന്നാണ് ഈ ഫാദർ ഓഫ് മെഡിസിൻ ആയിട്ടുള്ള ഹിപ്പോക്രേറ്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. His principles have come down to us as a dictum that medicine must specifically suit the disease and the patient. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിക്റ്റം എന്ന് പറയുന്നത്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, മെഡിസിൻ എന്ന് പറയുന്നത് അസുഖത്തിന് മാത്രമല്ല മറിച്ച് ഒരാളുടെ ശരീരത്തിന് കൂടിയാണ്. ആ ആൾക്ക് കൂടി സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അയാൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ്. That is when there is a disorder, only a drug that specifically mitigates that disorder should be used. The drug should also have restorative effects or it will unbalance healthy functions of the brain and body. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം തിരിച്ചു പോകാനുള്ള, അതല്ലെങ്കിൽ ആ അസുഖം പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടത്.
അതേസമയം അതിന് റിസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. ഈ ഡ്രഗ്സിന് എല്ലാത്തിനും ഒരു അസുഖം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ദുരുപയോഗങ്ങൾ പറയുന്ന സമയത്ത്, ഈ മരുന്നുകളെയൊക്കെ നമ്മൾ കുറ്റം പറയുന്ന സമയത്ത് ഇതിന് റിസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പുതുതായിട്ട് അസുഖങ്ങൾ വന്നാൽ അത് തിരിച്ച് അയാളെ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് ആക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലല്ല എങ്കിൽ, അതായത് ഒരു അസുഖം മാറാനല്ല എങ്കിൽ അത് അയാളുടെ മാനസിക സ്ഥിതി തന്നെ മാറ്റാൻ, പ്രശ്നത്തിലാക്കാനുള്ള കഴിവ് ആ കുടിക്കുന്ന മരുന്നുകൾക്ക് ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം സുഖമില്ലാത്തൊരു മനുഷ്യന് മരുന്ന് ഉപയോഗിക്കരുത് എന്നാണ്. ഈ വസ്തുതയും ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞതാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള മനുഷ്യർ പെർഗേറ്റീവ് മെഡിസിൻസ് ഉപയോഗിച്ചാൽ അവരുടെ ശക്തി പെട്ടെന്ന് ക്ഷയിച്ചു പോകും. അതാണ് ഇവിടെ പറയുന്നത്. The drugs could also have restorative effects or it will unbalance healthy functions of the brain and the body. The correlative of this principle is that a healthy person cannot benefit from taking a drug. This too comes from Hippocrates, who said persons in good health quickly lost their strength by taking purgative medicines. പൂർവ്വ ആരോഗ്യസ്ഥിതിയുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാൾ ഈ പെർഗേറ്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിളക്കവും അതല്ലെങ്കിൽ ശുദ്ധീകരണ പ്രവൃത്തികൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് പെർഗേറ്റീവ് മെഡിസിൻസ് എന്ന് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരാൾ പെർഗേറ്റീവ് മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾക്ക് ഉള്ള ആരോഗ്യവും കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അയാളെ കൊണ്ടുപോകും. The distinction between medicines and essential drugs is simple. Essential drugs are those that the body has no need for, but that gives the user a strong sense of pleasure. അപ്പോൾ ഈ സാധാരണ മരുന്നുകളും സെൻഷ്യൽ ഡ്രഗ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ദുരുപയോഗം എന്താണ് എന്നുള്ളത് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഷ്യൽ ഡ്രഗ്സിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെയാണ്? ആരോഗ്യപരമായി നിൽക്കുന്ന ഒരാൾ ആവശ്യമില്ലാതെ എടുക്കുന്ന സെൻഷ്യൽ ഡ്രഗ്സ്, കൂടുതൽ ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെൻഷ്യൽ ഡ്രഗ്സ്, അതല്ലെങ്കിൽ ഉത്തേജന മരുന്നുകൾ എന്ന് പറയുന്നത്. Essential drugs activate the brain's pleasure centers. We do not know precisely how they do this, whether they stimulate the pleasure centers directly or activate them through chemical mimicry. അപ്പോൾ ഇതെങ്ങനെയാണ് തലച്ചോറിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മരുന്നുകൾ കുടിക്കുന്ന സമയത്ത് തലച്ചോറിലെ ബ്രെയിനിലുണ്ടാവുന്ന ഒരു തരം ഇഞ്ചെക്ഷനാണ്, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്കൊരു പ്രത്യേക സന്തോഷം നമുക്ക് പകർന്നു തരുന്നത്. എങ്ങനെയാണ് ഈ ഉത്തേജക മരുന്നുകൾ അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവ സന്തോഷം ഉണ്ടാക്കുന്ന തലച്ചോറിൻ്റെ നരമ്പുകളെ അതല്ലെങ്കിൽ നെർവസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പ്രത്യേക തരം കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുകയും അത് നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു മിമിക്രി പോലെയാവും. അതായത് മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേഷനാണ്, റിയലായിട്ടുള്ള കാര്യമല്ല. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സന്തോഷം തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഹാപ്പിനെസ്സും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. എങ്ങനെയായാലും അതിൻ്റെ ഉത്തേജനം എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഐ വിൽ റെഫർ ടു ദിസ് ബോത്ത് പോസിബിലിറ്റീസ് ആസ് സ്റ്റിമുലേഷൻ. എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം നമുക്ക് ഉത്തേജനം എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. The brain governs sensations, moods, thoughts and actions not by a magical process but by an incredibly complex series of chemically regulated controls. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, തലച്ചോറ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക്കിലൂടെ പ്രവർത്തിക്കുന്ന കാര്യമല്ല. ഒരു മാജിക് പ്രോസസ്സൊന്നും അല്ല നടക്കുന്നത്. പക്ഷേ അവിടെ എന്താണ്? എ കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്. തലച്ചോറിൽ നടക്കുന്നത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടേറിയ, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് നമുക്ക് ഓരോ ഫീലിങ്സും കിട്ടുന്നത്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻഷ്യൽ ഡ്രഗ്സ്. അപ്പോൾ നമ്മൾ സെൻഷ്യൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഉത്തേജന മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതെല്ലാം തകിടം മറിക്കും. അതല്ലെങ്കിൽ നോർമലായിട്ട് നടക്കുന്ന ബ്രെയിനിലെ പ്രോസസ്സ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആവും. അവിടെ പ്രത്യേകമായിട്ട് ഈ മരുന്നുകളുടെ ഇൻഫ്ലുവൻസ് കാരണം വേറൊരു രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. This disturbance is apparent in the effect of the essential drugs on the mechanisms that control pleasure and satisfaction. ഇത്തരത്തിലുള്ള ഈ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുടെ
രീതി നോക്കിക്കഴിഞ്ഞാൽ, ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അയാളുടെ പ്ലഷറും സാറ്റിസ്ഫാക്ഷനും അയാളുടെ സന്തോഷവും അതുപോലെ തന്നെ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സൊക്കെ ഈ ഒരു മരുന്നുകളെ ആശ്രയിച്ചാവും. എ ഡ്രഗ് യൂസേഴ്സ് craving for the drug continues but he feels less and less satisfaction. ഈ സെൻസ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുടെ ഈ ഒരു ആർത്തി അതല്ലെങ്കിൽ ഈ മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്ന ആൾക്ക് കുറച്ചേ സന്തോഷം ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് കാലങ്ങൾ കൊണ്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും അതേസമയം ഇതുകൊണ്ട് കിട്ടുന്ന സന്തോഷമെന്ന് പറയുന്നത്, ഇതുകൊണ്ട് കിട്ടുന്ന സുഖമെന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞു വരും. ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലെക്സസ് സീംസ് ടു ബി വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. അപ്പോൾ അയാളുടെ സന്തോഷം തരുന്ന ബുദ്ധിയുടെ പ്രത്യേക ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും യഥാർത്ഥ സന്തോഷമാവില്ല. അയാൾക്ക് ലൈഫിൽ കിട്ടുന്ന ഹാപ്പിനെസ്, ഓരോ സിറ്റുവേഷനിൽ നിന്നും കിട്ടുന്ന ഹാപ്പിനെസ് ആവില്ല ആ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുക. In severe addiction, the pleasure mechanisms fail to respond to drug stimulation. The drug then imparts only relative relief from misery and suspends the illness of withdrawal. അങ്ങനെ വീണ്ടും അയാൾ അത് ഉപയോഗിക്കുമ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ആ മരുന്ന് മയക്കുമരുന്ന് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് റിലേറ്റീവ്ലി അതല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന അത്ര ഒരു ഫീലിംഗ് കിട്ടാതിരിക്കുകയും അത് കൂടുതൽ ഉപയോഗിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സസ്പെൻസ് ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ, അയാൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലാതെയാവും അവസാനം. Information from the senses still reaches the brain, but the brain is unable to evaluate the information and interpret it as pleasurable. In contrast, naturally attained pleasures enlarge this sense of satisfaction and can be repeated indefinitely. ഇത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന പ്ലഷർ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതായത് ആദ്യം ചെറിയൊരു ഡോസിൽ ഉപയോഗിച്ചാൽ മതിയാവും. പിന്നീട് ഇത് നമുക്ക് ഡോസുകൾ കൂട്ടേണ്ടി വരും സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ. മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് കിട്ടിയിരുന്ന പ്ലഷർ അയാൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഇയാളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കുന്ന ആളുടെ തലച്ചോറിന് ഇത് മനസ്സിലാക്കാൻ പറ്റാതെയാവും. അതായത് എപ്പോഴും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അയാളുടെ തലച്ചോറ് തന്നെ വീക്കാവും. അതായത് ഇത്തരം റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായി കിട്ടുന്ന നമ്മുടെ ലൈഫിൽ നിന്നും കിട്ടുന്ന സിറ്റുവേഷൻസിൽ നിന്നും കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാവും. പക്ഷേ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ആശ്വാസവും അതല്ലെങ്കിൽ സന്തോഷം അതല്ലെങ്കിൽ സുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. വീണ്ടും ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ഒരിക്കലും നമുക്ക് വീണ്ടും കിട്ടാതെയാവും. അതല്ലെങ്കിൽ തലച്ചോറ് വീക്കാവുകയും അതിൽ നിന്നും ആ മെഡിസിൻസിൽ നിന്നും കിട്ടുന്ന ഒരു സുഖം നമുക്ക് കിട്ടാതെയാവുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. That's all for today. Be happy, be safe. Bye.